വെൽക്കം ടു മെക്ഫിറ്റ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിഫ്ത്ത് മോഡ്യൂളിലെ ഗിയർ എന്ന ടോപ്പിക്കാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ഗിയറിൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ, സ്പർ ഗിയർ എലമെൻറ്റ്സ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്പർ ഗിയർ എന്ന് പറയുന്നത് ഗിയറിൻ്റെ ഒരു സിംപ്ലസ്റ്റ് ഫോമാണ്. ടൂത്ത് പ്രൊപ്പോർഷൻസ് ഓഫ് ദ സ്പർ ഗിയേഴ്സ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മോഡ്യൂൾസ്. ഓക്കെ, അപ്പോൾ ആ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ടൂത്ത് പ്രൊപ്പോർഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് മോഡ്യൂളിൻ്റെ ടേംസിലാണ്. ഓക്കെ, ഗിയർ സ്പെസിഫൈ ചെയ്യുന്നത് പിച്ച് സർക്കിൾ ഡയമീറ്ററിൻ്റെ കേസിലാണ്. ഇത് രണ്ടും മാറിപ്പോരുത്, നോട്ട് ചെയ്ത് വെച്ചേക്കണം. മോഡ്യൂള് ടൂത്തിൻ്റെ പ്രൊപ്പോർഷൻസ് പറയുന്നത്, ഗിയർ സ്പെസിഫൈ ചെയ്യുന്നത് പിച്ച് സർക്കിൾ ഡയമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് മോഡ്യൂളിനെ കുറിച്ചാണ്. മോഡ്യൂൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ഓഫ് പിച്ച് സർക്കിൾ ഡയമീറ്റർ ടു ദ നമ്പർ ഓഫ് ടീത്ത്. ഇപ്പോൾ പിച്ച് സർക്കിൾ ഡയമീറ്റർ നമ്മൾ ഡി എന്നാണ് നോട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഡിവൈഡഡ് ബൈ ടി ആണ്. ഓക്കെ, നമ്പർ ഓഫ് ടീത്ത്. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഡയമട്രൽ പിച്ച്. നമ്മുടെ നിമിയിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ ഡയമട്രൽ പിച്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെന്ന് ഓർക്കുക. ഓക്കെ, ടി ബൈ ഡി, നമ്പർ ഓഫ് ടീത്ത് ഡിവൈഡഡ് ബൈ പിച്ച് സർക്കിൾ ഡയമീറ്റർ. അപ്പോൾ ഇത് രണ്ടും തിരിഞ്ഞു പോകരുത്. ഡയമട്രൽ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ബൈ ഡി, നമ്പർ ഓഫ് ടീത്ത് ഡിവൈഡഡ് ബൈ പിച്ച് സർക്കിൾ ഡയമീറ്റർ അല്ലെങ്കിൽ പിച്ച് ഡയമീറ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ്, ഈ മോഡ്യൂള് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എം ആണ്. അത് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് മില്ലിമീറ്ററിലാണ്. ഇമ്പോർട്ടൻറ്റ്, മോഡ്യൂൾ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് മില്ലിമീറ്ററിലാണ്. മോഡ്യൂൾ ഈസ് വൺ ഓഫ് ദ മേജർ ഡിറ്റർമിനിങ് പാരാമീറ്റേഴ്സ് ഓഫ് എ ഗിയർ. ഈ മോഡ്യൂൾ എന്ന് പറയുന്നത് ഈ ഗിയറിൻ്റെ മേജർ ഡിറ്റർമിനിങ് പാരാമീറ്റർ ആണ്. കാരണം അത് വെച്ചിട്ടാണ് നമ്മൾ അഡൻഡോ ആണെങ്കിലും ഡിഡൻഡോ ആണെങ്കിലും എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ടൂത്ത് പാരാമീറ്റേഴ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ബേസിക് എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ഗിയറിൻ്റെ. അപ്പോൾ ഈ ഫിഗറിൽ കാണുന്നത് ഫസ്റ്റ് നമുക്ക് ഓരോന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പിച്ച് സർക്കിൾ ഡയമീറ്റർ ആണ്. ഓക്കെ, പിച്ച് സർക്കിൾ ആണ്. ഓക്കെ, പിച്ച് സർക്കിൾ എന്ന് പറയുന്നൊരു ഇമാജിനറി സർക്കിളാണ്. ഈ കാണുന്നതാണ് പിച്ച് സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് രണ്ട് ഗിയേഴ്സ് മേറ്റ് ചെയ്യാൻ നേരത്ത്, ഇതേപോലെ മേറ്റ് ചെയ്യാൻ നേരത്ത് ഇതിനിടയ്ക്കുണ്ടാകുന്ന ഒരു ഇമാജിനറി സർക്കിളാണ് നമ്മുടെ പിച്ച് സർക്കിൾ എന്ന് പറയുന്നത്. ഇമാജിനറി സർക്കിൾ ഓൺ വിച്ച് ടു മേറ്റിംഗ് ഗിയേഴ്സ് സീംസ് ടു ബി റോളിംഗ്. രണ്ട് മേറ്റിംഗ് ഗിയേഴ്സ് റോൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഇമാജിനറി സർക്കിളാണ്. അത് ജസ്റ്റ് നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, ദ ഗിയർ കാൽക്കുലേഷൻസ് ആർ ബേസ്ഡ് ഓൺ ദി സർക്കിൾ. ഇപ്പോൾ ഈ സർക്കിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഗിയറിൻ്റെ കാൽക്കുലേഷൻസ് എല്ലാം നടത്തുന്നത്. ഇപ്പോൾ പിച്ച് സർക്കിളിൽ നിന്ന് റേഡിയൽ ഡിസ്റ്റൻസ് എത്രയാണ്, അതിനെയാണ് ഇപ്പം മുകളിലോട്ട് എടുക്കാൻ നേരത്ത് അതിന് അഡൻഡോ എന്ന് പറയും. ഓക്കെ, റേഡിയൽ ഡിസ്റ്റൻസ് താഴത്തോട്ട് നമ്മൾ എടുക്കാൻ നേരത്ത് ഡിഡൻഡോ എന്ന് പറയും. അതിനെ വിശദമായിട്ട് നമുക്ക് നോക്കാം. ഇത്രയും കാര്യം മനസ്സിലാക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതാണ് സർക്കുലർ പിച്ച്. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് ഓഫ് ദ ടൂത്ത് ടു ദ കറസ്പോണ്ടിങ് പോയിന്റ് ഓഫ് അഡ്ജസൻറ്റ് ടൂത്ത് മെഷർഡ് ഓൺ പിച്ച് സർക്കിൾ. ഇപ്പോൾ നമ്മൾ സ്ക്രൂ ത്രെഡിൻ്റെയൊക്കെ പിച്ച് പറയുന്ന പോലെ തന്നെ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റ്, കറസ്പോണ്ടിങ് പോയിന്റ് വരെയുള്ള ആ ഡിസ്റ്റൻസ്. ഓക്കെ, ഇതിലെന്ന് പറയുന്നത് പിച്ച് സർക്കിളിൽ തന്നെയായിരിക്കും നമ്മളത് ആ പോയിന്റ് എടുക്കുന്നത്. ഇപ്പം ടൂത്തിൻ്റെ ഈ പോയിന്റ്, കറസ്പോണ്ടിങ് ടൂത്തിൻ്റെ ഈ പോയിന്റ്, ഈ ഡിസ്റ്റൻസ്. ഓക്കെ, ഈ ഡിസ്റ്റൻസിനെയാണ് സർക്കുലർ പിച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് ഓഫ് ദ വൺ ടൂത്ത് ടു ദ കറസ്പോണ്ടിങ് പോയിന്റ് ഓഫ് ദ അഡ്ജസൻറ്റ് ടൂത്ത് മെഷേർഡ് ഓൺ പിച്ച് സർക്കിൾ. പിച്ച് സർക്കിളിലൂടെ മെഷർ ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. ഓക്കെ, പിന്നെ സർക്കുലർ പിച്ചിനൊരു ഇക്വേഷൻ ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. സർക്കുലർ പിച്ചിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പൈ ഡി ബൈ ടി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഡയമട്രൽ പിച്ചിൻ്റെയും സർക്കുലർ പിച്ചിൻ്റെയും പ്രോഡക്റ്റ് തമ്മിൽ, സർക്കുലർ പിച്ചും കൂടെ അതിൻ്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്ത് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എത്രയാണെന്നുള്ള രീതിയിൽ ചോദിക്കും. അതായത് ഡയമട്രൽ പിച്ച് എന്ന് പറയുന്നത് നമുക്കറിയാം ടി ബൈ ഡി ആണ്. ഇതെന്ന് പറയുന്നത് പൈ ഡി ബൈ ടി ആണ്. അപ്പോൾ ഈ ഡിയും ടിയും എല്ലാം ക്യാൻസലായിട്ട് നമുക്ക് പൈ ആയിരിക്കും ആൻസർ കിട്ടുക. അപ്പോൾ ഡയമട്രൽ പിച്ചിൻ്റെയും സർക്കുലർ പിച്ചിൻ്റെയും പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പൈ ആണ്. PSCയുടെ PYQ ക്വസ്റ്റ്യൻ ആണ്.
നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഈ സർക്കുലർ പിച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ 2 ഗിയേഴ്സ് മേറ്റ് ചെയ്യാൻ നേരത്ത് 2 ഗിയേഴ്സ് മേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സർക്കുലർ പിച്ച് രണ്ടിൻ്റെയും സെയിം ആയിരിക്കണം, എങ്കിൽ മാത്രമേ അവിടെ കറക്റ്റ് മെഷിങ് നടക്കുകയുള്ളൂ. ഇനി നമുക്ക് പഠിക്കാനുള്ള പിച്ച് സർക്കിൾ ഡയമീറ്റർ ആണ് PCD എന്ന് പറയുന്നത്. ഈ പിച്ച് സർക്കിൾ ഡയമീറ്ററിനെ പിച്ച് സർക്കിളിൻ്റെ ഡയമീറ്ററിനെയാണ് പിച്ച് സർക്കിൾ ഡയമീറ്റർ എന്ന് പറയുന്നത്. സിംപ്ലി പിച്ച് ഡയമീറ്റർ എന്ന് പറയും. അത് സ്മോൾ ലെറ്റർ D വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ D1 എന്ന് പറയുന്നത് പിനിയനെ സൂചിപ്പിക്കാനാണ്, D2 എന്ന് പറയുന്നത് മേറ്റിംഗ് ഗിയറിന്. ഇപ്പോൾ 2 ഗിയേഴ്സ് ഉണ്ട്. ഓക്കെ, ഒരെണ്ണം ചെറുതാണ്, അതിനെ പറയുന്ന പേര്, സ്മോൾ ഗിയറിനെ പറയുന്ന പേരാണ് പിനിയൻ. സെക്കൻഡ് ഗിയറിനെ ഗിയർ വീല് എന്ന് പറയും. ഓക്കെ, വലിയ ഗിയറിനെ ഗിയർ വീൽ എന്നും കൂടെ പറയും. അപ്പോൾ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് അഡൻഡം സർക്കിൾ അല്ലെങ്കിൽ ഔട്ട്സൈഡ് സർക്കിളാണ്. Addendum circle or outside circle bounds the outer edges of the teeth of a gear and its diameter is denoted by small letter DA. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ നൊട്ടേഷൻ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടില്ല, ഈ DA എന്ന് പറയുന്നത്. ഓക്കെ, ഈ അഡൻഡം സർക്കിൾ എന്ന് പറയുന്നത് ഈ ഔട്ട്സൈഡ്, അതായത് ടീത്തിൻ്റെ ടോപ്പിലൂടെ പാസ് ചെയ്യുന്ന ഈ സർക്കിളിനെ പറയുന്ന പേരാണ് അഡൻഡം സർക്കിൾ. ഓക്കെ, ഈ പിച്ച് സർക്കിൾ അഡൻഡം സർക്കിളും തമ്മിലുള്ള ഈ റേഡിയൽ ഡിസ്റ്റൻസിനെ അഡൻഡം എന്ന് പറയും. അതുപോലെ തന്നെ ഈ ടീത്തിൻ്റെ താഴെ കൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിളുണ്ട്, അതിനെ റൂട്ട് സർക്കിൾ അല്ലെങ്കിൽ ഡിഡൻഡം സർക്കിൾ എന്ന് പറയും. അപ്പോൾ ഈ പിച്ച് സർക്കിളിൽ നിന്ന് താഴേക്കുള്ള ആ റേഡിയൽ ഡിസ്റ്റൻസ്, ഡിഡൻഡം സർക്കിൾ വരെയുള്ള ആ റേഡിയൽ ഡിസ്റ്റൻസിനെ ഡിഡൻഡം എന്നും പറയും. ഓക്കെ, അപ്പോൾ ഈ 2 പോയിന്റും ഒരുമിച്ച് തന്നെ പഠിക്കുക. നെക്സ്റ്റ് ആ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. റൂട്ട് സർക്കിൾ. റൂട്ട് സർക്കിൾ എന്ന് പറയുന്നത് റൂട്ട് സർക്കിൾ ഓർ ഡിഡൻഡം സർക്കിൾ ബൗണ്ട്സ് ദ ബോട്ടം ഓഫ് ദ ടീത്ത് ആൻഡ് ഇറ്റ്സ് ഡിനോട്ടഡ് ബൈ DF. DF എന്ന് പറയുന്ന ലെറ്റർ വെച്ചാണ് ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ബേസ് സർക്കിളാണ്. ബേസ് സർക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നാണ് നമ്മുടെ ഇൻവല്യൂട്ട് ടൂത്ത് പ്രൊഫൈൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഫിഗറിൽ നോക്കാൻ നേരത്ത് ഈ ഡോട്ടഡ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഈ പോർഷനാണ് ബേസ് സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നിന്നാണ് നമ്മുടെ ഈ ടൂത്ത് ഇൻവല്യൂട്ട് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഒരു ഗിയറിന് പ്രധാനമായിട്ട് 2 പ്രൊഫൈലാണുള്ളത്, സൈക്ലോയിഡും ഇൻവല്യൂട്ടും. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ കേസിൽ നമ്മൾ ഇൻവല്യൂട്ട് പ്രൊഫൈലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻവല്യൂട്ടിൻ്റെ കാര്യം ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ക്വസ്റ്റ്യനിൽ കയറി വരാം ടൂത്തിൻ്റെ പ്രൊഫൈൽ ഏതാണെന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ടൂത്ത് പ്രൊഫൈൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ബേസ് സർക്കിളിൽ നിന്നാണെന്ന് ഓർത്തിരിക്കുക. ആ ബേസ് സർക്കിളിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്മോൾ ലെറ്റർ DB ആണ്. ഓക്കെ, അഡൻഡം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു, റേഡിയൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പിച്ച് സർക്കിൾ ആൻഡ് ദ അഡൻഡം സർക്കിൾ, അതിനെ HA എന്ന് പറയും. പിന്നെ ഇത് കൂടാതെ ഒരു അഡൻഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മോഡ്യൂൾ ആണെന്ന് ഓർത്തിരിക്കുക. മോഡ്യൂളിൻ്റെ ടേംസിൽ അഡൻഡം പറയാറുണ്ട്. ഓക്കെ, 1 മോഡ്യൂൾ ഈസ് ഈക്വൽ ടു അഡൻഡം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിഡൻഡം. ആ ഡിഡൻഡം എന്ന് പറയുന്നത് പിച്ച് സർക്കിളും റൂട്ട് സർക്കിളും ആയിട്ടുള്ള റേഡിയൽ ഡിസ്റ്റൻസിനെയാണ്. അതിനെ HF എന്നുള്ള ലെറ്റർ വെച്ചാണ് ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഡിഡൻഡം എന്ന് പറയുന്നത് 1.157 മോഡ്യൂൾ ആണെന്നും കൂടെ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ലാൻഡാണ്. ലാൻഡ് എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്, ടോപ്പ് ലാൻഡും ഉണ്ട്, ബോട്ടം ലാൻഡും ഉണ്ട്. ഈ കാണുന്ന ടൂത്തിൻ്റെ മുകളിലുള്ള പോർഷനെ ടോപ്പ് ലാൻഡ് എന്നും, ടൂത്തിൻ്റെ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ മേറ്റിംഗ് ഗിയർ വരുന്ന അവിടെ ഇതുപോലെ ഒരു പോർഷൻ ഉണ്ട്, അതിനെ ബോട്ടം ലാൻഡ് എന്നും പറയും. ദ ലാൻഡ് ആൻഡ് ദ ബോട്ടം ലാൻഡ് ആർ സർഫസസ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ടൂത്ത് ആൻഡ് ബോട്ടം ഓഫ് ദ ടൂത്ത് സ്പേസ് റെസ്പെക്റ്റീവ്ലി. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വർക്കിംഗ് ഡെപ്ത് ആണ്. വർക്കിംഗ് ഡെപ്ത് എന്ന് പറയുന്നത്, ഓക്കെ, ഈ ഫിഗറിൽ നോക്കാൻ നേരത്ത് ഇപ്പോൾ ഇതിലേക്ക് വേറൊരു ഗിയർ ഇതേപോലെ മേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ ഡെപ്തിനെ പറയുന്ന പേരാണ് വർക്കിംഗ് ഡെപ്ത് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. വർക്കിംഗ് ഡെപ്ത് എന്ന് പറയുന്നത് ദിസ് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് എൻഗേജ്മെൻറ്റ് ഓഫ് 2 മേറ്റിംഗ് ടീത്ത്. അപ്പോൾ ഈ കാര്യം ഓർക്കുക, 2 മേറ്റിംഗ് ടീത്ത് ആൻഡ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് അഡൻഡംസ് ഓഫ് ദ
മേറ്റിംഗ് ടീത്ത് ഓഫ് 2 ഗിയേഴ്സ് ഇൻ ദ കേസ് ഓഫ് സ്റ്റാൻഡേർഡ് സിസ്റ്റംസ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഇപ്പോൾ ആ മേറ്റ് ചെയ്യുന്ന 2 ഗിയേഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ അഡൻഡത്തിന് തുല്യമായിരിക്കും എന്നാണ് പറയുന്നത് വർക്കിംഗ് ഡെപ്ത്. ഓക്കെ, ഒരു ഗിയറിൻ്റെ അഡൻഡവും മറ്റൊരു ഗിയറിൻ്റെ അഡൻഡവും തമ്മിലുള്ള ആഡ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും വർക്കിംഗ് ഡെപ്ത് എന്ന് പറയുന്നത്. അതായത് 2 മോഡ്യൂൾ ആയിരിക്കും ഈ വർക്കിംഗ് ഡെപ്ത് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ വർക്കിംഗ് ഡെപ്തിനെ വേറൊരു രീതിയിലും പറയാം. അതായത് ഈ അഡൻഡം തൊട്ട് ഈ ഡിഡൻഡം വരെയുള്ള ഈ ഡിസ്റ്റൻസിനാണ് ടോട്ടൽ ഡെപ്ത് അഥവാ ഹോൾ ഡെപ്ത് എന്ന് പറയുന്നത്. ഈ ഹോൾ ഡെപ്തിൽ നിന്ന് ക്ലിയറൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്കിംഗ് ഡെപ്ത് കിട്ടും. അതായത് ഒരു ഗിയർ മേറ്റ് ചെയ്തതിന് ശേഷം ഇതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് വരും. അതിന് പറയുന്ന പേരാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. ആ ക്ലിയറൻസിൻ്റെ അതിലൂടെ പാസ് ചെയ്യുന്ന സർക്കിളിനെ ക്ലിയറൻസ് സർക്കിൾ എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പം ആ കാര്യങ്ങളൊന്നും നമ്മുടെ ഈ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല. ക്ലിയറൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഗിയർ വേറൊരു മേറ്റിംഗ് ഗിയർ വന്ന് മേറ്റ് ചെയ്തു, അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായി, ആ റേഡിയൽ ഡിസ്റ്റൻസിന് അതിന് പറയുന്ന പേരാണ് ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ടോട്ടൽ ഡെപ്തിൽ നിന്ന് വർക്കിംഗ് ഡെപ്ത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയറൻസ് കിട്ടും. ഓക്കെ, ആ രീതിയിലും പഠിച്ച് വെച്ചേക്കുക. ഓക്കെ, ഈ ക്ലിയറൻസ് എന്നുള്ള ചോദ്യം മിക്കപ്പോഴും കൺഫ്യൂസ്ഡ് ആക്കി ചോദിക്കുന്നത് റേഡിയൽ ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ടൂത്ത് ടു ദ ബോട്ടം ഓഫ് എ ടൂത്ത് ഇൻ എ മെഷീൻ ഗിയർ എന്നുള്ള രീതിയിലായിരിക്കും. ഓക്കെ, അപ്പോൾ ആ കാര്യം നോട്ട് ചെയ്ത് വെച്ചേക്കുക. റേഡിയൽ ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ടൂത്ത്, ഓക്കെ, ടു ദ ബോട്ടം ഓഫ് എ ടൂത്ത് ഇൻ എ മെഷീൻ ഗിയർ. മെഷീൻ ഗിയറിലെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, ഹോൾ ഡെപ്ത് അല്ലെങ്കിൽ ടോട്ടൽ ഡെപ്തിൻ്റെ മോഡ്യൂളിലുള്ള വാല്യൂയും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് ബെറ്റർ ആയിരിക്കും. മോഡ്യൂളിലുള്ള വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു അഡൻഡവും ഒരു ഡിഡൻഡവും ചേരുന്നതാണെന്ന് പറഞ്ഞു. ഒരു അഡൻഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മോഡ്യൂളാണ്. ഒരു ഡിഡൻഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.157 മോഡ്യൂളാണ്. ഇപ്പോൾ ടോട്ടൽ ഡെപ്ത് എന്ന് പറഞ്ഞാൽ 2.17 മോഡ്യൂളാണെന്നുള്ള കാര്യം കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ബേസിക്കലി ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നിന്ന് നമുക്ക് ITI ലെവലിൽ ചോദിക്കാൻ സാധ്യത. പിന്നെ പിച്ച് സർക്കിളിൻ്റെ ഇവിടെ ഒരു പാസ് ചെയ്യുന്നൊരു സർഫസ് ഉണ്ട്, അതിന് പറയുന്ന പേര് പിച്ച് സർഫസ് എന്നാണ്. അതിൻ്റെ എബോവുള്ള ഈ റീജിയനെ ഫേസ് എന്നും താഴേറ്റുള്ള റീജിയനെ ഫ്ലാങ്ക് എന്നും പറയും. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ഫില്ലറ്റ് റേഡിയസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റേഡിയസിനെ ഫില്ലറ്റ് റേഡിയസ് എന്ന് പറയും. ഇതെന്ന് പറയുന്നത് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഒഴിവാക്കാനായിട്ടാണ് എന്നുകൂടി ഒന്ന് നോട്ട് ചെയ്യുക. പിന്നെ ഈ ടൂത്തിൻ്റെ ഇതിനെ ഡിസ്റ്റൻസിന് ടൂത്ത് തിക്നെസ് എന്നും ഇതിനിടയ്ക്കുള്ള ഈ ഗ്യാപ്പിനെ വിഡ്ത്ത് ഓഫ് സ്പേസ് അല്ലെങ്കിൽ വിഡ്ത്ത് ഓഫ് ടൂത്ത് എന്നും പറയും. ഓക്കെ, നെക്സ്റ്റ്, വെലോസിറ്റി റേഷ്യോ ഓഫ് എ ഗിയർ ട്രെയിൻ. അപ്പോൾ ഈ ഗിയർ ട്രെയിൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ഡ്രൈവ് ആണെന്ന് പറയാനുള്ള കാരണം വിത്തൗട്ട് സ്ലിപ്പാണ്. ഓക്കെ, വിത്തൗട്ട് സ്ലിപ്പാണ് ഇവിടെ മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് സ്പീഡ് ക്യാൻ ബി നമുക്ക് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും ബൈ സിവലിംഗ് ആൻഡ് സ്ലൈഡിങ് ദ സിവലാം ഇൻ ദ നോട്ടൺ ഗിയർ ബോക്സ്. അപ്പോൾ ഗിയർ ബോക്സിൽ നമ്മൾ അത് ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് ഡിഫറെൻറ്റ് സ്പീഡ് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫോർമുലയാണ് വെലോസിറ്റി റേഷ്യോ ഓഫ് ഗിയർ ട്രെയിൻ. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക, പ്രോബ്ലം ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. N1 T1 = N2 T2. ഇതിൽ N1 എന്ന് പറയുന്നത് ഡ്രൈവർ ഗിയറിൻ്റെ RPM-ഉം N2 എന്ന് പറയുന്നത് ഡ്രിവൺ ഗിയർ അല്ലെങ്കിൽ ഫോളോവർ ഗിയറിൻ്റെ RPM-ഉം ആണ്. T1 അതേപോലെ തന്നെ ഡ്രൈവറിൻ്റെ നമ്പർ ഓഫ് ടീത്തും T2 എന്ന് പറയുന്നത് ഡ്രിവൻ്റെ നമ്പർ ഓഫ് ടീത്തും ആണെന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ലൂബ്രിക്കേഷൻ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചാൽ മതി. ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പം ലോ സ്പീഡ് ഗിയേഴ്സിനാണെങ്കിൽ ഓക്കെ, ലോ സ്പീഡ് ഗിയേഴ്സിൽ ഓയിൽ ക്യാൻ അല്ലെങ്കിൽ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഡ്രോപ്പ് ഓയിൽ മെത്തേഡ് ഓഫ് ലൂബ്രിക്കേഷൻ എന്ന് പറയും ഇതിനെ. പിന്നെ എൻക്ലോസ്ഡ് ഗിയർ ട്രെയിൻ ഷുഡ് ബി പാക്ഡ് ഇൻ എ ഗ്രീസ്. അപ്പോൾ ഒരു എൻക്ലോസ്ഡ് ഗിയർ ട്രെയിൻ ആണെങ്കിൽ അത് ഗ്രീസ് അല്ലെങ്കിൽ ഓയിൽ ബാത്തിലായിരിക്കും വെച്ചിരിക്കുക, ഈ കാണിച്ചിരിക്കുന്നത് പോലെ. ഓക്കെ, ഇപ്പം എന്ന് പറയുന്ന ഓയിൽ ബാത്തിൽ ഗിയർ ട്രെയിൻ വെച്ചിരിക്കുകയാണ്. ഇൻ ദ കേസ് ഓഫ് ബിഗ് ഗിയർ ബോക്സസ് മൗണ്ടഡ് വിത്ത് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഗിയർ സെറ്റ്സ്. ഇപ്പോൾ ബിഗ് ഗിയർ ബോക്സിൽ നമ്മൾ പമ്പായിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഓട്ടോമൊബൈലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഓയിൽ പമ്പായിരിക്കും യൂസ് ചെയ്യുന്നത് ഓർക്കുക, അത് ഗിയർ പമ്പായിരിക്കും. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ, ഇപ്പോൾ ടൈപ്സ് ഓഫ് ഗിയേഴ്സിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്യാവുന്നത്.
ഫസ്റ്റ് വൺ, പർപ്പസ് ഓഫ് ഗിയേഴ്സ്. ഗിയറിൻ്റെ പർപ്പസ് എന്തൊക്കെയാണ്? മെയിൻലി ഗിയേഴ്സ് യൂസ് ചെയ്യുന്നത് ടോർക്ക് അല്ലെങ്കിൽ മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫ്രം ഡ്രൈവിംഗ് ഷാഫ്റ്റ് ടു ഡ്രിവൺ അല്ലെങ്കിൽ ഫോളോവർ ഷാഫ്റ്റ്. അപ്പോൾ ഈ പോയിന്റ് ഒന്നും നമ്മൾ വിട്ട് കളയണ്ട, ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ചിലപ്പം ഇതേപോലെ തന്നെ ചോദിച്ചിട്ട് ഡ്രൈവിംഗ് ഡ്രിവണൊക്കെ മാറ്റിത്തരും. പിന്നെ ടു പർപ്പസിൽ എൻ്റെ ഫംഗ്ഷനിൽ പറയുന്നത് ടു ചേഞ്ച് ദ വെലോസിറ്റി റേഷ്യോ. ഇപ്പോൾ ഗിയർ ചേഞ്ച് ചെയ്യുന്ന കാര്യം ഓർത്താൽ മതി. ഫസ്റ്റിൽ ഇടുന്ന അതേ ഇതായിരിക്കത്തില്ല സെക്കൻഡിൽ. അപ്പോൾ വെലോസിറ്റി റേഷ്യോ നമുക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ. അപ്പോൾ നമുക്ക് ഗിയർ റിവേഴ്സ് ചെയ്യുന്ന കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ടു ഗെറ്റ് എ പോസിറ്റീവ് ഡ്രൈവ്. ഇതിലെന്ന് പറയുന്നത് സ്ലിപ്പ് ഉണ്ടാകത്തില്ല, അതുകൊണ്ട് പോസിറ്റീവ് ഡ്രൈവ് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ഗിയറിനെ പറയുന്ന പേര് പിനിയനാണെന്നും വലിയ ഗിയറിനെ ഗിയർ വീലാണെന്നും ഓർക്കുക. ഓക്കെ, ഗിയേഴ്സ് ആർ മെയ്ഡ് ഫ്രം കാസ്റ്റ് ആൻഡ് സ്റ്റീൽ, നോൺ ഫെറസ്, പ്ലാസ്റ്റിക് ഓർ ഫൈബർ മെറ്റീരിയൽസ്. അപ്പോൾ ഗിയേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്നത് കുറേ മെറ്റീരിയൽ ഉണ്ട്. പ്ലാസ്റ്റിക് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വാച്ചിൻ്റെയൊക്കെ ഉള്ളിൽ കാണും, ക്ലോക്കിൻ്റെയൊക്കെ ഉള്ളിൽ. ഓക്കെ, അതുപോലെയുള്ള ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് വെച്ച് നമുക്ക് ഗിയേഴ്സ് ഉണ്ടാക്കാം. പിന്നെ ടൈപ്സ് ഓഫ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പ്രധാനമായിട്ടും പാരലൽ ഷാഫ്റ്റിനെ കണക്ട് ചെയ്യാനായിട്ട് പ്രധാനമായിട്ടും 3 ടൈപ്പ് നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ 3 ടൈപ്പ് ഗിയർ ആണ് യൂസ് ചെയ്യുന്നത് ഓർക്കുക. പിന്നെ ഇൻ്റർസെക്റ്റിംഗ് ഷാഫ്റ്റിനെ കുറിച്ചുണ്ട്, ക്വസ്റ്റ്യൻ വരുന്ന ഈ രീതിയിലായിരിക്കും. പിന്നെ നോൺ ഇൻ്റർസെക്റ്റിംഗ്, നോൺ പാരലൽ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ അറിഞ്ഞിരിക്കേണ്ടത്. PSC പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈ രീതിയിലായിരിക്കും. ഇപ്പോൾ സ്പർ ഗിയർ ഫസ്റ്റ് വൺ. സ്പർ ഗിയർ എന്ന് പറയുന്നത്, അപ്പോൾ അതിൻ്റെ ഫിഗർ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. സ്പർ ഗിയറിൽ അതിൻ്റെ ടീത്ത് കട്ട് ചെയ്തിരിക്കുന്നത് ആക്സിസ് ഓഫ് റൊട്ടേഷന് പാരലായിട്ടായിരിക്കും. ടീത്ത് കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതെന്ന് പറയുന്ന 2 പാരലൽ ഷാഫ്റ്റിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പ്രധാനമായിട്ടും ഒരെണ്ണം ക്ലോക്ക് വൈസ് കറങ്ങുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് റിവേഴ്സിലായിരിക്കും കറങ്ങുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പം സ്പർ ഗിയർ എന്ന് പറയുന്നത് അതിൻ്റെ ടീത്ത് കട്ട് ചെയ്തിരിക്കുന്ന പാരലാണെന്ന് ഓർക്കുക. പിന്നെ സ്പർ ഗിയേഴ്സ് 2 പാരലൽ ഷാഫ്റ്റിനെ തമ്മിൽ കണക്ട് ചെയ്തിട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത് സെൻട്രൽ ലൈത്തിൽ മെയിൻ സ്പിൻഡിൽ നിന്ന് ലീഡ് സ്ക്രൂവിലോട്ടുള്ള ട്രാൻസ്മിറ്റ് മോഷൻ, ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ വേണേൽ ചോദിക്കാം. അപ്പോൾ ഈ സെൻട്രൽ ലൈത്തിൽ മെയിൻ സ്പിൻഡിൽ നിന്ന് ലീഡ് സ്ക്രൂവിലോട്ട് പാസ് ചെയ്യുന്നതിന് യൂസ് ചെയ്തിരിക്കുന്ന ഗിയർ സിസ്റ്റം ഏതാണ്? അത് സ്പർ ഗിയറിംഗ് ആണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സ്പർ ഗിയർ നമ്മൾ യൂസ് ചെയ്യാൻ നേരത്ത് ഇവിടെ നോയ്സ് കൂടുതലായിരിക്കും. സഡൻ എൻഗേജ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ നോയ്സ് കൂടുതലായിരിക്കും. പിന്നെ ഇവിടെ ടീത്ത് പാരലായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇവിടെ റേഡിയൽ ലോഡായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആക്സിയൽ ത്രസ്റ്റ് ഇവിടെ ഉണ്ടാവില്ല. അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. സ്പർ ഗിയറിൽ ആക്സിയൽ ത്രസ്റ്റ് ഇല്ല എന്നുള്ള കാര്യം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഹെലിക്കൽ ഗിയർ ആണ്. ഹെലിക്കൽ ഗിയറിൽ എന്ന് പറയുന്നത് ടീത്ത് എന്ന് പറയുന്നത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഒരു ആംഗിളിലായിരിക്കും കട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒരു ആംഗിളിലായിരിക്കും കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കാര്യം നോട്ട് ചെയ്യുക. ടീത്ത് ആർ കട്ട് അറ്റ് ആൻ ആംഗിൾ ടു ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇതെന്ന് പറയുന്നതും 2 പാരലൽ ഷാഫ്റ്റിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഹെലിക്കൽ ഗിയേഴ്സ് എന്ന് പറയുന്നത് സൈലൻ്റ്ലി ആണ് റൺ ചെയ്യുന്നത് സ്പർ ഗിയറിനെ അപേക്ഷിച്ച്. ഈ പോയിന്റ് നോട്ട് ചെയ്യുക, ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നോയ്സ്ലെസ് ആയിട്ടുള്ള ഒരു ട്രാൻസ്മിറ്റാണ് ഈ ഹെലിക്കൽ ഗിയറിൽ നടക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇവിടെ ആക്സിയൽ ത്രസ്റ്റ് ഉണ്ടാവും. ഈ ടീത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇവിടെ ഒരു റേഡിയൽ കമ്പോണൻ്റ് അല്ല, ആക്സിയൽ ത്രസ്റ്റും കൂടെ ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ആക്സിയൽ ത്രസ്റ്റ് ഇതിൻ്റെ ഒരു ഡ്രോബാക്കാണ്. ഗിയേഴ്സ് മൗണ്ട് ഓൺ 2 പാരലൽ ഷാഫ്റ്റ്. ദീസ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽ വെഹിക്കിൾസ്. അപ്പം ഇതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് പറയുന്ന ഓട്ടോമൊബൈൽ വെഹിക്കിൾസ് ആണ്. ഹെലിക്കൽ ഗിയേഴ്സ് ഓയിൽ പമ്പിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓയിൽ പമ്പിൽ യൂസ് ചെയ്യുന്നത് ഹെലിക്കൽ ഗിയേഴ്സ്. ഓക്കെ, അപ്പോൾ ആ കാര്യം കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഇപ്പോൾ 2 ഹെലിക്കൽ ഗിയർ മേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരു കണ്ടീഷൻ കൂടെ ഉണ്ട്. ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ റൈറ്റ് ഹാൻഡ് ഹെലിക്കൽ ത്രെഡ് ആണെങ്കിൽ ഹെലിക്കൽ ടീത്ത് ആണെങ്കിൽ മേറ്റ് ചെയ്യുന്നതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഹെലിക്കൽ ടീത്ത് ആയിരിക്കണം. ഈ കാര്യം കൂടെ മനസ്സിൽ വെച്ചേക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത്
അപ്പോൾ ഇവിടെ ഇത് ആക്സിയൽ ത്രസ്റ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞായിരുന്നു നമ്മുടെ ഹെലിക്കൽ ഗിയേഴ്സിൽ. അപ്പം അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ പുതിയൊരു ഗിയർ സിസ്റ്റം കൊണ്ടുവരികയാണ്. അതിൻ്റെ പേരാണ് ഡബിൾ ഹെലിക്കൽ ഗിയർ അല്ലെങ്കിൽ ഹെറിംഗ് ബോൺ ഗിയർ. End thrust is exerted by the driving and down gears in case of helical gears, and thrust may be eliminated by using double helical gears. These gears are called herringbone gear. അതായത് രണ്ട് ഹെലിക്കൽ ഗിയേഴ്സ് ഒരുമിച്ച് വെച്ചതുപോലെയാണ് നമ്മുടെ ഹെറിംഗ്ബോൺ ഗിയേഴ്സ് കാണുന്നത്. അപ്പം ആ കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇതിൻ്റെ ടീത്ത് നോക്കാൻ നേരത്ത് രണ്ട് ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും കോമ്പിനേഷനിലുള്ള രണ്ട് ഗിയേഴ്സിൻ്റെ ഹെലിക്കൽ ഗിയേഴ്സിൻ്റെ കോമ്പിനേഷനാണ്. അതുകൊണ്ട് തന്നെ ഡബിൾ ഹെലിക്കൽ ഗിയേഴ്സ് എന്ന് പറയും. ഈ പേര് കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കണം, ഹെറിംഗ്ബോൺ ഗിയേഴ്സ്. ഇതെല്ലാം ഇപ്പോൾ ഇത്രയും പറഞ്ഞത് 3 ഗിയറും പാരലൽ ഷാഫ്റ്റിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഓർക്കുക. നെക്സ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ളത് ബിവൽ ഗിയർ ആണ്. ബിവൽ ഗിയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് മോഷൻ ബിറ്റ്വീൻ ഷാഫ്റ്റ് അറ്റ് വേരിയസ് ആംഗിൾസ് ടു ഈച്ച് അതർ. ഇമ്പോർട്ടൻ്റ് ആണ്, മിക്കപ്പോഴും ചോദിക്കാറുള്ളത് ബിവൽ ഗിയറിൽ നിന്നായിരിക്കും. ആ ക്വസ്റ്റ്യൻ വരുന്നത് രണ്ട് ഇൻ്റർസെക്റ്റിംഗ് ഷാഫ്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഗിയർ സിസ്റ്റം. ഇൻ്റർസെക്റ്റിംഗ് എന്നുള്ള വാക്ക് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഇതിൽ ഇപ്പോൾ ഈ ഷാഫ്റ്റും ഇതിൻ്റെ ഷാഫ്റ്റും പരസ്പരം ഇൻ്റർസെക്റ്റിംഗ് ആയിരിക്കും. അതുകൊണ്ടാണ് ബിവൽ ഗിയർ വേരിയസ് ആംഗിൾസിൽ, രണ്ട് ഷാഫ്റ്റിന് വേരിയസ് ആംഗിൾസിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഇതിൻ്റെ ടീത്ത് പ്രൊഫൈൽ എന്ന് പറയുന്നത് സ്ട്രൈറ്റും ആകാം സ്പൈറലും ആകാം. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് സ്ട്രൈറ്റ് ആയിട്ടുള്ള ടൂത്ത് പ്രൊഫൈലാണ്. ഇതിന് പകരം നമുക്ക് സ്പൈറൽ പഠിക്കുന്ന ടൈമിൽ കാണിച്ചു തരാം, അതേപോലെ ഉണ്ട്. പിന്നെ ഈ ബിവൽ ഗിയർ യൂസ് ചെയ്യുന്നത്, ബിവൽ ഗിയേഴ്സ് ഹാൻഡ് ഡ്രില്ലറിൽ യൂസ് ചെയ്യാറുണ്ട്. ദ ബിവൽ ഗിയേഴ്സ് ട്രാൻസ്മിറ്റ് മോഷൻ വെൻ ദ ഷാഫ്റ്റ്സ് ആർ റൈറ്റ് ആംഗിൾസ് ടു ഈച്ച് അതർ. ഇനി ബിവൽ ഗിയറിൻ്റെ തന്നെ വേറൊരു ടൈപ്പാണ് മൈറ്റർ ഗിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 2 ബിവൽ ഗിയർ കൊടുത്തിട്ടുണ്ട്, ഇതിൽ ഒരെണ്ണം ചെറുതായിരുന്നു. ഇനി സെയിം സിമെട്രിക്കലായിട്ടുള്ള 2 ബിവൽ ഗിയേഴ്സ് മേറ്റ് ചെയ്യുന്നു. അവിടെ മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് റൈറ്റ് ആംഗിൾസിലാണ്. ഇഫ് 2 ബിവൽ ഗിയേഴ്സ് ആർ സിമെട്രിക്കൽ ടു ഈച്ച് അതർ ആൻഡ് ദ ട്രാൻസ്മിറ്റ് മോഷൻ അറ്റ് റൈറ്റ് ആംഗിൾസ്, സച്ച് ഗിയേഴ്സ് ആർ കോൾഡ് മൈറ്റർ ഗിയേഴ്സ്. ഈ കാണുന്ന ഫിഗറാണ് മൈറ്റർ ഗിയറിൻ്റെ. അപ്പോൾ ഇതിൻ്റെ നമ്പർ ഓഫ് ടീത്ത് സെയിം ആയിരിക്കും. ഇത് മേക്ക് ചെയ്യുന്ന ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും. ഇതിൻ്റെ ഡയമീറ്റർ സെയിം ആയിരിക്കും രണ്ടിൻ്റെയും. ഓക്കെ, അത്തരത്തിലുള്ള ബിവൽ ഗിയേഴ്സിനെ പറയുന്ന പേരാണ് മൈറ്റർ ഗിയേഴ്സ്. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ് ഇൻ്റർസെക്റ്റിംഗ് ഷാഫ്റ്റിനെ കുറിച്ചാണ്. ഇനി വേം ഷാഫ്റ്റ്, വേം ഗിയർ. നോൺ ഇൻ്റർസെക്റ്റിങ്, നോൺ പാരലൽ. ഓക്കെ, ഇൻ്റർസെക്റ്റിങ്ങും അല്ല പാരലും അല്ലാത്ത 2 ഷാഫ്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാനാണ് വേം ഷാഫ്റ്റും വേം ഗിയർ യൂസ് ചെയ്യുമെന്ന് ഓർക്കുക. ഈ വേം എന്ന് പറയുന്നത് ഒരു ത്രെഡഡ് ഫോമിലായിരിക്കും ഉള്ളത്. വേം വീൽ എന്ന് പറയുന്നത് നമ്മുടെ സ്പർ ഗിയർ അറേഞ്ച്മെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇത് ഷാഫ്റ്റിൻ്റെ ആക്സിസ് പോകുന്നത് ഇങ്ങനെയും ഒരെണ്ണം പോകുന്നത് ഇങ്ങനെയായിരിക്കും. ഇത് പരസ്പരം ഇൻ്റർസെക്റ്റ് ചെയ്യത്തില്ല, പാരലും അല്ല. വേം ഷാഫ്റ്റിന് സ്പൈറൽ ടീത്ത് ആയിരിക്കും ഉണ്ടായിരിക്കും. സ്പൈറൽ ടീത്ത് കട്ട് ഓൺ ദ ഷാഫ്റ്റ് ആൻഡ് ദ വേം വീൽ ഈസ് എ സ്പെഷ്യൽ ഫോം ഓഫ് ഗിയർ ടീത്ത് കട്ട് ടു മെഷ് വിത്ത് ദ വേം ഷാഫ്റ്റ്. അപ്പോൾ വേം ഷാഫ്റ്റിൻ്റെ അതിനെ മേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ വേം വീലിൽ ഗിയർ കട്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം സ്പർ ഗിയർ പോലെയാണ്. ഓക്കെ, ഇതെന്ന് പറയുന്ന ഒരു സ്പൈറൽ ആയിട്ടുള്ള ഒരു ത്രെഡ് ഫോം പോലെയാണ് ഈ വേം ഷാഫ്റ്റിനെ പറയുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്പീഡ് റിഡക്ഷൻ പർപ്പസ്. ദീസ് ആർ വൈഡ്ലി യൂസ്ഡ് ഫോർ സ്പീഡ് റിഡക്ഷൻ പർപ്പസ്. ദ ആപ്ലിക്കേഷൻ ഓഫ് വേം ആൻഡ് വേം ഗിയർ ഇൻ ദ ഇൻഡെക്സ് ഹെഡ് ഗിയർ മെക്കാനിസം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇത് മില്ലിംഗ് മെഷീനിലാണ്. ഇൻഡെക്സ് ഹെഡ് ഗിയർ മെക്കാനിസത്തിൽ വേം ആൻഡ് വേം ഗിയർ ആണ് യൂസ് ചെയ്യുന്നത് ഓർക്കുക. സ്പീഡ് റിഡക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് വേം ആൻഡ് വേം വീലാണെന്ന് ഓർക്കുക. ഇതെന്ന് പറയുന്നത് നോൺ ഇൻ്റർസെക്റ്റിംഗ്, നോൺ പാരലൽ ഷാഫ്റ്റ് ആണെന്ന് ഓർക്കുക. ദി സിസ്റ്റം ട്രാൻസിറ്റ് മോഷൻ അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ ആക്സിസ് ഓഫ് മോഷൻ അറ്റ് ഡിഫറെൻറ്റ് പ്ലെയിൻസ് എന്ന് പറയുന്നത് ട്രാൻസിറ്റ് മോഷൻ അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ ആക്സിസ് ഓഫ് മോഷൻ അറ്റ് ഡിഫറെൻറ്റ് പ്ലെയിൻസിൽ നോൺ കോപ്ലൈനാർ കൂടെയാണിത്. ഓക്കെ, ഒരേ പ്ലെയിനിലല്ല, ഡിഫറെൻറ്റ് പ്ലെയിനിലാണ്. നോൺ കോപ്ലൈനാർ എന്ന് കൂടെയുള്ള കാര്യം ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ളത് റാക്ക് ആൻഡ് പിനിയൻ ആണ്. റാക്ക് ആൻഡ് പിനിയൻ എന്ന് പറയുന്നത് ഒരു റോട്ടറി മോഷനെ ലീനിയർ മോഷനായിട്ട് കൺവേർട്ട് ചെയ്യാനും
അതുപോലെ തിരിച്ച് കൺവേർട്ട് ചെയ്യാനായിട്ടാണ്. ഒരു ലീനിയർ മോഷനെ റോട്ടറി മോഷനായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ ഡ്രില്ലിംഗ് മെഷീൻസിൽ യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഫിഗറാണ് നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ റാക്ക് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് റേഡിയസ് ഉള്ള ഒരു ഗിയർ അറേഞ്ച്മെൻ്റാണ്. സ്ട്രൈറ്റ് ആയിട്ടായിരിക്കും ഇത് കട്ട് ചെയ്തിരിക്കുന്നത് ടീത്ത്. പിന്നെ ഒരു പിനിയൻ കാണും. ഇതിലൂടെ റൊട്ടേറ്റ് ചെയ്യാൻ നേരത്ത് റാക്ക് നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യും, ലീനിയറായിട്ട് മൂവ് ചെയ്യും. അപ്പോൾ റാക്ക് ലീനിയറായിട്ട് മൂവ് ചെയ്യാൻ നേരത്ത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഔട്ട് റോട്ടറി ആയിട്ട് കിട്ടും. ഇപ്പോൾ രണ്ട് രീതിയിലാണ് റാക്ക് ആൻഡ് പിനിയൻ്റെ മെക്കാനിസം നടക്കുന്നത്. ഇപ്പോൾ ഡ്രില്ലറിൻ്റെ കേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലെയ്ത്തിൽ ട്രാവേഴ്സ് മെക്കാനിസത്തിന് റാക്ക് ആൻഡ് പിനിയൻ യൂസ് ചെയ്യുന്ന ഫിഗറാണ്. ലെയ്ത്തിൽ ട്രാവേഴ്സ് മെക്കാനിസത്തിൽ റാക്ക് ആൻഡ് പിനിയൻ യൂസ് ചെയ്യുന്നതാണ് താഴത്ത് കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹൈപ്പോയിഡ് ഗിയേഴ്സ് ആണ്. ഹൈപ്പോയിഡ് ഗിയേഴ്സ് ആർ യൂസ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇത് ബിവൽ ഗിയർ പോലെ തന്നെയാണ്, പക്ഷേ കുറച്ച് വ്യത്യാസമുണ്ട്. ദീസ് ഗിയേഴ്സ് ആർ യൂസ്ഡ് ഇൻ ഓട്ടോമോട്ടീവ് ഡിഫറൻഷ്യൽ ഗിയർ ബോക്സ്. ഇപ്പോൾ പ്രൊപ്പലർ ഷാഫ്റ്റിൽ നിന്ന് ഡിഫറൻഷ്യലൊക്കെ വരുന്ന ക്രൗൺ വീലിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഹൈപ്പോയിഡ് ഗിയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് എ പെയർ ഓഫ് ഹൈപ്പോയിഡ് ഗിയേഴ്സ് സിമിലർ ടു സ്പൈറൽ ബിവൽ ഗിയർ ബട്ട് വിത്ത് ദ ഷാഫ്റ്റ് ഓഫ്സെറ്റ്. ഇതെന്ന് പറയുന്നത് നോൺ ഇൻ്റർസെക്റ്റിംഗ് നോൺ പാരലൽ ഷാഫ്റ്റാണ്. ഇവിടെ എന്ന് പറയുന്ന സ്പൈറൽ ബിവൽ ഗിയറിന് സമാനമാണ്, പക്ഷേ ഇവിടുത്തെ ഷാഫ്റ്റ് എന്ന് പറയുന്നത് ഓഫ്സെറ്റ് ആണ്. നോട്ട് ചെയ്ത് വെച്ചേക്കുക. ടൂത്ത് ആക്ഷൻ ബിറ്റ്വീൻ ഈച്ച് ഗിയർ ഇസ് എ കോമ്പിനേഷൻ ഓഫ് റോളിംഗ് ആൻഡ് സ്ലൈഡിംഗ് ആക്ഷൻ അലോങ് സ്ട്രൈറ്റ് ലൈൻ. ഇവിടുത്തെ ടൂത്ത് ആക്ഷൻ എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് റോളിംഗ് ആൻഡ് സ്ലൈഡിംഗ് ആക്ഷൻ അലോങ് സ്ട്രൈറ്റ് ലൈൻ ആണ്. ദ പിച്ച് സർഫസ് ആർ ഹൈപ്പർബോളോയിഡ്. ഇപ്പോൾ ബിവൽ ഗിയറിൻ്റെ എടുക്കാൻ നേരത്ത് ഒരു ഫ്രസ്റ്റം ഓഫ് കോൺ അല്ലെങ്കിൽ ഒരു കോണിക്കലായിട്ടുള്ള ടീത്ത് പ്രൊഫൈലാണ് അവിടെ, പിച്ച് സർഫസ് ആണ് അവിടെ ഉള്ളത്. ഇവിടെ എന്ന് പറയുന്നത് ഹൈപ്പർബോളോയിഡ് ഓഫ് റെവല്യൂഷൻ ആണ്. നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഹൈപ്പർബോളോയിഡ് ഓഫ് റെവല്യൂഷൻ ആണ് ഹൈപ്പോയിഡ് ഗിയേഴ്സ്. അതുകൊണ്ട് തന്നെ സച്ച് ഗിയേഴ്സിനെ ഹൈപ്പോയിഡ് ഗിയേഴ്സ് എന്ന് പറയും. ഈ കാണിച്ചിരിക്കുന്ന ഫിഗറാണ് ഹൈപ്പോയിഡ് ഗിയേഴ്സിൻ്റെ. പിന്നെ ഇത് വെലോസിറ്റി റേഷ്യോ ഓഫ് വേം ഗിയറിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. സ്പീഡ് റേഷ്യോ എന്ന് പറയുന്നത് it is the ratio of number of turns of the worm to one turn of worm wheel. Number of turns of worm to one turn of worm wheel. വെലോസിറ്റി റേഷ്യോ ഓഫ് വേം ഗിയറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പം Z2/Z1 അതെന്ന് പറയുന്നത് വേം വീലിൻ്റെ നമ്പർ ഓഫ് ടീത്ത് ആണ്. Z1 എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റാർട്ട്സ് ടീത്ത് ഓൺ വേം ആണ്. ഓക്കെ, പിന്നെ ഈ വേം എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സെൻട്രൽ ലെയ്ത്തിൽ യൂസ് ചെയ്യും, മില്ലിംഗ് മെഷീനിൽ യൂസ് ചെയ്യും, ഗിയർ ഹോബി മെഷീനിൽ യൂസ് ചെയ്യും. അപ്പോൾ വേം വീല് മെഷീൻ ചെയ്യാനായിട്ട് മില്ലിംഗ് മെഷീൻ യൂസ് ചെയ്യും, ഹോബി മെഷീൻ യൂസ് ചെയ്യുന്ന കൂടെ ജസ്റ്റ് നോട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗിയർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് പ്രധാനമായിട്ടും അറിയാനുള്ളത്. അതിൽ ഈ ടൈപ്പ് ഓഫ് ഗിയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതുകൂടാതെ വേണമെങ്കിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സൺ ആൻഡ് പ്ലാനറ്റ് ഗിയറിംഗ് യൂസ് ചെയ്യുന്ന സിസ്റ്റം ഏതാണ്? ഓക്കെ, അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ ആണ്. എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ സൺ ആൻഡ് പ്ലാനറ്റ് ഗിയറിംഗ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഹൈപ്പോയിഡ് ഗിയറിൽ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇങ്ങനെ ക്രൗൺ എന്നായിരിക്കും പറയുന്നത്, ഇത് പിനിയൻ ആയിരിക്കും. ഓക്കെ, പിന്നെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് MCQ ചെയ്യാൻ നേരത്ത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.